ശ്രീ രതീഷ് ചക്രവാണി, നമുക്ക് ഇവിടെ നിരവധി വിഷയങ്ങൾ, സാമൂഹിക സംബന്ധിയായ വിഷയം, അതായത് സ്കൂൾ കുട്ടികളുടെ കഞ്ഞി മുതൽ ലോഡ് ഷെഡിംഗ് അടക്കം നിരവധി വിഷയങ്ങളിൽ ഈ സർക്കാർ വരുത്തുന്ന ഭരണപരാജയം, പുതുയുഗ വിസ്മയം, ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ കള്ളാടിയിലും കണ്ടത്. നമുക്ക് ഈ വിഴിഞ്ഞത്ത് നിന്ന് തന്നെ ഇനി രതീഷ് ചക്രവാണിയിലൂടെ തുടങ്ങാം. വിഴിഞ്ഞത്ത് 15 കോടി രൂപയാണ് മുൻ MD പിഴയിട്ടത്. ആർക്ക്? അദാനിക്ക്. 8 തവണയായി. എന്തിന്? കരാർ ലംഘനത്തിന്. പക്ഷേ ആ MDയെ ദിവ്യ എസ് അയ്യരെ അവിടെ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ ഇതാ UDF സർക്കാർ, സതീശൻ സർക്കാർ എങ്ങനെയാണ് അദാനിയുടെ കരാർ ലംഘനത്തെ കാണുന്നത്? ഈ 2 വ്യത്യാസം മാത്രം പോരെ അദാനിക്കായി ആരാണ് ഇത്തരത്തിൽ കൊടി പിടിക്കുന്നതെന്ന് വ്യക്തമാകാൻ? ശ്രീ ചക്രപാണി. അജിംസ് പറഞ്ഞതുപോലെ ഇവിടെ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ അവിടെ ദിവ്യ എസ് അയ്യർ 8 തവണ നോട്ടീസുകൾ കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമല്ല, കണ്ടെത്തിയത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളടക്കം സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകളടക്കമുള്ള റിപ്പോർട്ടുകളൊന്നും ഇവർ തരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പകരം മിസ്മാനേജ്മെന്റ്, അതായത് പണവുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന പണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഗവൺമെന്റ് അറിയാതെ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്കാണ് അവരെ ഏറ്റവും ആദ്യമേ തന്നെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ആ 8 തവണ നോട്ടീസ് കൊടുത്തു 15 കോടി രൂപ ഫൈൻ ഇട്ടു എന്നുള്ളത് മാത്രമല്ല നമ്മൾ അത് കാണേണ്ടത്. അത് ഈ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ റെഗുലേറ്റ് ചെയ്യാൻ, ഇവരെ കൃത്യമായി നിരീക്ഷിക്കാനായിട്ട് ഒരാളുകളുണ്ട്, ഗവൺമെന്റ് ഉണ്ട് എന്ന് പറയുന്നത് അവരെ കൃത്യമായി അലോസരപ്പെടുത്തിയിരുന്നു. ആ അലോസരപ്പെടുത്തിയത് കൊണ്ടാണ് ആ ഗവൺമെന്റ് മാറി പകരം ഗവൺമെന്റ് വരുമ്പോഴെങ്കിലും മുഖ്യമന്ത്രി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കണം എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് മംഗലാപുരം വരെ യാത്ര നടത്തിയതും KC വേണുഗോപാൽ ആകാതിരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് പിന്നീട് അവർക്ക് പല ലിസ്റ്റ് കൊടുത്തിട്ടുള്ള അടക്കമുള്ള ആളുകളെയാണ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന വലിയ ആരോപണമുണ്ട്. ഇപ്പം അജിംസ് ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇനി അടുത്തൊരു 48 മണിക്കൂറുകളിൽ കേരളം കേൾക്കാനിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഈ ചർച്ചയിലിരുന്ന് പറയാനുള്ളത്. മറ്റൊരു വിഷയത്തിലേക്ക് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ കള്ളാടി ദുരന്തം അല്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല, അത് മറ്റൊരു മാധ്യമങ്ങളിലൂടെ പുറത്തു വരും, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പം കള്ളാടി ദുരന്തം എന്ന് പറയുന്ന ദുരന്തം, ആ ദുരന്തത്തിൽ ഇത് അജിംഷാദ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ കേരളത്തിൽ 2018 വലിയ പ്രളയമുണ്ടായപ്പോൾ പല ജില്ലകളും തന്നെ വലിയ കഷ്ടതയിലായിപ്പോയപ്പോൾ പോലും മാറാൻ വസ്ത്രമില്ലാതെ ആളുകൾക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഡ്രസ്സ് എടുത്തു കൊടുത്തുകൊണ്ട് മാത്രമല്ല, മറ്റാളുകൾ അവർക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കാനും വളരെ കൈയയച്ച് സഹായിക്കാനും ഒക്കെ തയ്യാറായിരുന്നു. കേരളം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം ആളുകൾ അങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാത്തതിന്റെ ഒരു കാരണം എന്താണ്? ആ കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ്, UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. അതിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അവര് കഴിഞ്ഞ തവണ മുണ്ടക്കൈ ചൂരൽമലയിൽ പിരിച്ചിട്ടുള്ള പണവും അതിനുവേണ്ടി ചോദിച്ചിട്ടുള്ള വീടും ഞാനിപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുന്നില്ല, കാരണം അദ്ദേഹം നിസ്സഹായനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷെ അത്തരത്തിലുള്ളൊരു കൾച്ചറുള്ള, സംസ്കാരമുള്ള ആളുകൾ ഭരിക്കുമ്പോൾ ആളുകൾ കൂടുതലായി സഹായം കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ലേ എന്ന് പറയുന്ന ഒരു സംശയമാണ് ആദ്യമേ തന്നെ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അത്തരത്തിലുള്ള ഒരു വിശ്വാസക്കുറവ് ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള ജനതയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വേണം നിങ്ങളൊന്ന് ആലോചിക്കാൻ. കാരണം ഇവര് ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അത് ചെയ്തിട്ടില്ല. വെച്ച കല്ലിന്റെ പുറത്തേക്ക് ഒരു കല്ല്, ഒരു ചിരട്ട മണൽ പോലും എടുത്തിട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതിന് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയട്ടെ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, കിഴക്കമ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുടിയൊഴിപ്പിക്കലുണ്ടായി 8ഓളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന്. ആ കുടിയൊഴിപ്പിക്കലുണ്ടായപ്പോൾ അത് ഗവൺമെന്റ് അധികാരത്തിലേറി 2ാമത്തെ ദിവസമായതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പല വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പോലീസുകാരുടെ, അതായത് ഗൂഢാലോചനയാണ്, അവർ ഈ ഗവൺമെന്റിനെ മോശമാക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കള്ളാടി ദുരന്തമുണ്ടായപ്പോഴും യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നും ഈ തുരങ്കം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറയുന്ന ധ്വനിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കുടപിടിക്കുന്ന മാധ്യമ വാർത്തകളുമാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം?
അവിടെയുള്ള കോടതി വിധി, സുപ്രീം കോടതിയുടെ വിധി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൂടാതെ 7 പഠന റിപ്പോർട്ടുകൾ, അവിടുത്തെ ഭൗമ പഠന റിപ്പോർട്ടുകൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിക്കാതെ രാഷ്ട്രീയമായി കള്ളം പറയുകയും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഭയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ, ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു പാവ മനുഷ്യൻ, 52 വയസ്സുള്ള ഒരു മനുഷ്യൻ, കുറേ കാലം ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടെ വന്നു നിന്നപ്പോൾ വാച്ച്മാൻ തടഞ്ഞു. ഇനി ആ വാച്ച്മാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് നിയമിച്ചതാണ് എന്നൊരു ന്യായം ഇവർ പറയുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഹോസ്പിറ്റലടക്കം നടന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിയണം. കാരണം ആ ഹോസ്പിറ്റലിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ കൂടിയ ആളുകളോട് തിരികെ പ്രതികരിക്കാനായിട്ട് ഒരു ആളുകളെ സംഘടിപ്പിക്കുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അവിടെ കൃത്യമായ ചികിത്സ കിട്ടാതെ ഒരാൾ മരണപ്പെട്ടു പോയപ്പോൾ പോലും അവിടുത്തെ ഒരു വാച്ച്മാനെതിരെ മാത്രം നടപടിയെടുക്കുകയും അവിടെ കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നു എന്ന് ഏറ്റവും ആദ്യമേ തന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് പറയുകയും ചെയ്തു. എത്രമാത്രം നിരുത്തരവാദപരമാണ്, എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് പെരുമാറുന്നത് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇപ്പം എംപാനലിൻ്റെ അവിടെ നിന്നുള്ള തൊഴിലാളികളുടെ കാര്യം പറഞ്ഞല്ലോ. 8,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് വളരെ കൃത്യമായി ആ KSRTCയുടെ തന്നെ വരുമാനം വെച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് എത്തിച്ചതാണ്. അവർക്ക് എത്രയാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് അറിയാം ജിംഷാദെ? അവിടെ ശമ്പളം കൊടുക്കുന്നത് പെർ ഡേ 550 രൂപ മുതൽ 850 രൂപ വരെയാണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരാൾക്ക് ഒരു മാസം കിട്ടാൻ പോകുന്നത് ഒരു 13,000, 14,000 രൂപ മുതൽ 21,000 രൂപ വരെയാണ്. അവരോടാണ് ഈ പറയുന്ന പോലെ പെൻഡിങ് വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോഴും ഞങ്ങൾ നാളെ കൊടുക്കും, മറ്റന്നാ കൊടുക്കും, ഇത് ടെക്നിക്കലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി നമ്മുടെ റെജിനസ് ഉണ്ണിത്താൻ പറഞ്ഞു 2 ദിവസത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മുടങ്ങിയിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ളതാണ്, നമുക്കറിയാം. ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസത്തേക്ക് അത് വൈകി എന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന പ്രശ്നം പോലെയല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പെർ ഡേ 2 കോടി രൂപ വരുമാന നഷ്ടത്തിലോടുന്ന KSRTC ഇതെങ്ങനെ കൊടുക്കും എന്ന് അന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതിന് ആനുപാതികമായിട്ടുള്ള പണം ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അപ്പം ഇത്തരത്തിൽ വളരെ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇവർക്ക് പറ്റുന്ന തെറ്റുകളോട് ഇവരുടെ സമീപനം എന്ത് എന്നുള്ളത് നമ്മളെ വളരെയധികം ഉത്കണ്ഠപ്പെടുത്തുന്നു. കാരണം ഒരു കാര്യത്തിലും അക്കൗണ്ടബിലിറ്റിയോ ഉത്തരവാദിത്തമോ ഏറ്റെടുക്കാതെ ഇവർ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മെനയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം കൂടിയുള്ളത്, ഇതിനെല്ലാം കുടപിടിക്കുന്ന നിരവധി മാധ്യമ പ്രവർത്തനവും കേരളത്തിലേക്ക് ഏതാണ്ട് ഗോദി വീഴിയുടെയൊക്കെ കാര്യത്തിൽ വന്നതുപോലെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ തന്നെ വളരെ വളരെ ആകുലചിത്തരാക്കേണ്ട ഒരു കാര്യമാണ്.